Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡഡ് ഹോം അപ്ലയൻസസും ഇവിടെ ലഭ്യമാണ്. അതും EMI ഓപ്ഷൻസിലൂടെ. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. കേരള പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പഴയന്നൂർ മാട്ടിൻമുകൾ കോളനിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പരാതി അദാലത്തും നടത്തി. മോട്ടോറിന്റെ എസ്റ്റിമേറ്റ് എടുക്കുക, ജില്ലാ പഞ്ചായത്ത് ലെറ്റർ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എസ്റ്റിമേറ്റ് എടുക്കാൻ വരാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര ദിവസമായിട്ട് വന്നിട്ടില്ല. കംപ്ലീഷൻ ഈ മോട്ടോറും കൂടി വെച്ച് കഴിഞ്ഞ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഉദ്ഘാടനം നടക്കുള്ളൂ. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇനി ജില്ലാ പഞ്ചായത്തിലെ AE വന്നിട്ട് മോട്ടോറിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് തന്നു കഴിഞ്ഞാലാണ് നമുക്ക് ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഫണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടുണ്ട്. എന്നിട്ട് അത് ഡിപ്പാർട്ട്മെന്റിന് കംപ്ലീഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ് പഞ്ചായത്തിക്ക് അവർ വിട്ടുതരും. പഞ്ചായത്തിന്റെ കയ്യിലല്ല നിലവിൽ. നമ്മളിവിടെ നിലവിലുള്ള പ്രദേശവാസി ആയതുകൊണ്ട് കോൺട്രാക്ടർ ആയതുകൊണ്ടാണ് നമുക്കത് ചാവി തരുന്നത്. കുന്നംകുളം ACP CR സന്തോഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാട്ടിൻമുകൾ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. SI മാരായ പ്രദീപ് കുമാർ, ലിപ്സൺ ഖമറുദ്ദീൻ, SCPO M ശിവകുമാർ, CPO മാരായ മനീഷ്, ജോസഫ്, സബിത, അപ്പു, റഷീദ്, അഹിൻഷ, ഷിഹാൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP ഷാജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സിവിൽ എക്സൈസ് ഓഫീസർ RL ആദർശ് സന്നിഹിതനായിരുന്നു. മാട്ടിൻമുകൾ നഗറിലെ മൂപ്പനെയും മറ്റു മുതിർന്നവരെയും ആദരിക്കലും നടത്തി. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി വിതരണം ചെയ്തു. ഒരു പരാതി പരിഹാര അദാലത്താണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. എല്ലാ ST കോളനികളും കേന്ദ്രീകരിച്ച് ഇന്ന് നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ പഴയന്നൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ 3 ST കോളനികളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഒന്ന് തിരുമണി, മാങ്കൊമ്പ്, മാട്ടുമൽ കോളനി. ഇത് മാട്ടുമൽ കോളനിയാണ്. അപ്പോൾ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പല പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്തുള്ള പല പരാധീനങ്ങളും അനുഭവപ്പെടുന്നവരാണ് ഇവർ. പല വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം, അവരുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ ഇവിടെ തന്നെ 2 കുട്ടികൾ 9ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. അപ്പോൾ അവരെ നമ്മളെ പ്രൊജക്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞ പ്രത്യേക പദ്ധതി പ്രകാരം അവരെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ പൊതുവെ പിന്നെ മറ്റൊന്ന് ലഹരികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ലഹരിയുടെ പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട്, പിന്നെ ഈ കോളനികൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും. അപ്പോൾ അവരെ ലഹരി വിമുക്തമാക്കി എടുക്കുക എന്നുള്ളതും നമ്മുടെ പോലീസിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടൂടെ ഞങ്ങൾ ശക്തമായ പട്രോളിംഗ് രാത്രി കാലങ്ങളിലും ഈ ഭാഗത്ത് ഏർപ്പെടുന്നു. പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിൽ അത് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസം, ആരോഗ്യരംഗം. പലരും ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ശാരീരികമായിട്ട് വളരെ വീക്കാണ്. അപ്പോൾ ലഹരിക്കൊരു തടയിടുന്നതിൽ കൂടി ആ കാര്യത്തിലും നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഈ പരാതി പരിഹാര തലത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സന്തോഷ് സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനമായിട്ട് കുറേ പരാതികൾ പറഞ്ഞു. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പരാതിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഔദ്യോഗികമായിട്ട് തന്നെ അവരെ അറിയിക്കും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കോളനികളിലും ഇതുപോലത്തെ പരിപാടി ഞങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുന്നതാണ്. CCV ന്യൂസ്, പഴയന്നൂർ.